പീഡനത്തെ തുടർന്ന് ഇപ്പോൾ വലിയ ചർച്ചകളും ഒച്ചപ്പാടുകളും നടന്നു. അവസാനം എത്തി നിൽക്കുന്ന പൊസിഷൻ ഏതാണ് എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യ സുഹൃത്തുക്കൾ മനസ്സിലാക്കാം. മുസ്ലിങ്ങൾ മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാം പെണ്ണിനെ നിർത്തേണ്ട ഒരു സ്ഥലത്ത് നിർത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് മാറ്റി ഒരു സമൂഹത്തിന്റെ രണ്ടു ചക്രമാണെന്ന നല്ല പദം പറഞ്ഞ് പല വേദിയിലേക്കും സ്വാതന്ത്ര്യം എന്ന പേരിൽ ഇറക്കി വിട്ടപ്പോൾ അതിന്റെ ഫലം ഇന്ന് സമൂഹം അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. പൊതുവെ ഇസ്ലാമിനൊരു തത്വമുണ്ട്. എന്താ പറയുക, നിങ്ങൾ ദിർഹമു വിഖായത്തിൻ ഖൈറും മിൻ ഖിംതാരി ഇലാജി. ഡോക്ടർ മുഹമ്മദ് അലി സഖാഫി എന്ന ഒരു അക്യുപഞ്ചർ ഡോക്ടർ ഉണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ ആമുഖത്തിൽ, നമ്മുടെ കേന്ദ്രമന്ത്രി പ്രകാശനം ചെയ്ത പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇതിന്റെ മലയാള മൊഴിമാറ്റം കാണും. അഥവാ ഒരു തുള്ളി പ്രതിരോധമാണ് ഒരു കിൻഡൽ മരുന്നിനേക്കാൾ ഭേദം. അർത്ഥവത്തായ ഫലം വാക്കാണ്. രോഗം വന്നൊരു കിൻഡൽ മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം രോഗം വരാതെ ഒരു തുള്ളി പ്രതിരോധം കൊണ്ട് മാറ്റലാണ്. അതാ നമ്മുടെ തുള്ളി മരുന്ന് കൊടുക്കലൊക്കെ. അതൊക്കെ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ കടന്നു വരും. കാരണം കുടുംബജീവിതം വിശാലമാണ്. കല്യാണം പെണ്ണ് കാണൽ തുടങ്ങി ഖബറിലേക്ക് ജീവിതം ഒടുങ്ങുന്നത് വരെയുള്ള ജീവിതം, അതൊക്കെ കുടുംബജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. എല്ലാം കൂടെ 2 ദിവസം കൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എങ്കിലും പരമാവധി ഒരൊറ്റ പ്രദക്ഷിണം നമുക്ക് നടത്താം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്നും ആരോഗ്യകരമാണ്. ചില തെറ്റുകൾക്ക് ഇസ്ലാം ശിക്ഷ വിധിക്കും. അത് കേവലം ശിക്ഷയല്ല, ശിക്ഷണവും കൂടെയാണ്. അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ബണ്ടി ചോറിന്റെ കേസിലടക്കം നമ്മൾ കാണുന്നത്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുമ്പോ അവരുടെ വേഷവിധാനങ്ങളും നിൽക്കേണ്ട പൊസിഷനുകളും അവരെ വളർത്തിയെടുക്കുന്ന ചുറ്റുപാടുമൊക്കെ പറയുമ്പോ ഡൽഹി പീഡനത്തെ തുടർന്ന് RSSന്റെ കാര്യവാഹക് പോലും പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിലും ഉത്തരേന്ത്യയിലെ BJP നേതാവ് പറഞ്ഞ വാക്കുകളിലുമൊക്കെ പറഞ്ഞത് പെണ്ണിന് പെണ്ണാണെന്ന ബോധം ഉണ്ടാവണമെന്നാണ്. അതിനനുസരിച്ച വേഷം വേണം, അതിനനുസരിച്ച് ചുറ്റുപാട് അവൾക്കറിയണം, രക്ഷിതാക്കൾക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരെ മാത്രം അതിൽ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥം ഇല്ല. ഇത് ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആണിന് ആരാണാണ് എന്നും, അല്ലെങ്കിൽ ഒരു ഇണ, അല്ലെങ്കിൽ തൽക്കാലെങ്കിൽ കേരളീയർക്ക് മനസ്സിലാവാൻ നമുക്ക് പറയാം ഭർത്താവ്. ഭർത്താവിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ഭർത്താവ് മനസ്സിലാക്കുകയും ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ഭാര്യ മനസ്സിലാക്കുകയും ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതം ഇസ്ലാം എങ്ങനെ കൊടുക്കുന്നു എന്ന് ഭാര്യയുടെ കുടുംബവും ഭർത്താവിന്റെ കുടുംബവും രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഏറെക്കുറെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഒരാൾ കല്യാണം കഴിക്കുന്നതോടുകൂടെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് അവൻ കാലെടുത്തു വെക്കുമ്പോ അതുവരെ അവൻ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, ഈ പെണ്ണിനും അതുപോലെയുണ്ട്. പരസ്പരം അന്യമായി കഴിഞ്ഞിരുന്ന 2 പേർ ഒരൊറ്റ ബന്ധത്തിലൂടെ, വാചകത്തിലൂടെ ഒന്നായി ചേരുമ്പോൾ അവരെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന പദപ്രയോഗം എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മമാര് മനസ്സിലാക്കണം, അമ്മായി ഉമ്മമാര് മനസ്സിലാക്കണം, ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. ഖുർആന്റെ പ്രയോഗം നോക്ക് നിങ്ങൾ. പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം തന്നെ ഭാര്യയും ഭർത്താവുമാണെന്നല്ല. ഒരാൾ ഭരണകർത്താവും മറ്റൊന്ന് ഭരണീയരും, അങ്ങനെയല്ല. ഖുർആൻ പറയുന്ന ശൈലി പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് സംഭവം ചെറുതാണെങ്കിലും ആശയം വലുതാണെന്ന് പറയാൻ കാരണം ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആ ഗ്രന്ഥത്തിൽ പരിഹാരം പോകണം. അതുകൊണ്ട് ഖുർആനിന്റെ ഓരോ പ്രയോഗങ്ങൾക്കും ഊളയിട്ടിറങ്ങി വന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ നൽകുന്ന പാഠം നമുക്ക് ബോധ്യപ്പെടും. അവിടെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഈ ഇണകൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ലിബാസുൽ ലക്കും, നിങ്ങൾക്കുള്ള ഉടുവസ്ത്രമാണ്. അങ്ങനെ അതിന്റെ അർത്ഥം. വെറും വസ്ത്രമൊന്നല്ല, ഉടുവസ്ത്രമാണ്. വഅൻതും ലിബാസുൽ ലഹുന്ന. ഓ ഭർത്താക്കന്മാരെ, നിങ്ങൾ അവർക്കുള്ള ഉടുവസ്ത്രവുമാണ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവർക്കുള്ള ഉടുവസ്ത്രമാണ്,
അവർ നിങ്ങൾക്കുള്ള ഉടുവസ്ത്രവുമാണ്. അറബിയിൽ ലിബാസ് എന്നും വസ്ത്രത്തിന് പറയും, സൗബ് എന്നും വസ്ത്രത്തിന് പറയും. അറബി അറിയുന്ന ആളുകൾക്കറിയാം. പക്ഷെ സൗബ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസിൽ കൊണ്ടുവന്ന് വെച്ച വസ്ത്രത്തിന് സൗബ് എന്ന് പറയും. നമ്മൾ ഇനി റിലീഫ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച സൗബ് എന്ന് പറയും. അതേസമയം ലിബാസ് എന്ന് പറഞ്ഞാൽ ധരിക്കുന്ന വസ്ത്രം. നാം ധരിച്ച വസ്ത്രം, ഈ വസ്ത്രത്തിനാണ് ലിബാസ് എന്ന് പറയുന്നത്. എങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാര്യ അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമാണ്. വസ്ത്രം നഗ്നത മറക്കാൻ ഉപയോഗപ്പെടുത്തണം, വസ്ത്രം ഇബാദത്തിന് ഉപയോഗപ്പെടുത്തണം, വസ്ത്രം ചെളിയിൽ നിന്ന് വൃത്തിയാകാൻ ഉപയോഗപ്പെടുത്തണം, വസ്ത്രം അവന്റെ കാവലായിട്ട് മാറണം, വസ്ത്രം അവന് ഭംഗിയായിട്ട് മാറണം. അതെ, കുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ലിബാസാണ്, ഉടുവസ്ത്രമാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ലിബാസാണ്, ഭാര്യയും ധരിക്കുന്ന വസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രയോഗം കൂടെ നമ്മൾ ആദ്യം കൂട്ടിവെക്കുക. അതായത് ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അത് ഉടുവസ്ത്രങ്ങളാണ് പരസ്പരം, ഇണയും തുണയുമാണ് പരസ്പരം. അപ്പോ പരിശുദ്ധ ഇസ്ലാമിലെ കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുന്നത് ഇണകളും തുണകളുമായിട്ടാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നഗ്നത മറക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളായിട്ടാണ്. പക്ഷേ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടും ഒരുപോലെയാണോ? ഒരിക്കലും രണ്ടും ഒരുപോലെയല്ല. ആണും പെണ്ണും ഒരുപോലെയല്ല, രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. അല്ലാഹു തആല തന്നെ ഔദ്യോഗികമായിട്ടത് പറയുന്നുണ്ട്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കണം, എന്നാൽ തന്നെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുമെന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സ്ത്രീകളുടെ സംവിധാനത്തെ കുറിച്ച് അല്ലാഹു ജല്ല ജലാൽ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു തആല പരിശുദ്ധമായ ഇസ്ലാം സംവിധാനം ചെയ്യുന്ന സുഗമമായ കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പിലേക്ക് സൂചന നൽകിക്കൊണ്ട് പറയുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടൊരു വലിയ ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇണതുണകളായി അല്ലാഹു നിങ്ങളെ പടച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? മനുഷ്യനാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പടച്ചപ്പോ ആ പടച്ച കഥ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോഴേക്കും മണിക്കൂറുകൾ അതിന് മാത്രം ആവശ്യമായിട്ട് വരും. മലക്കുകളുമായി നടത്തിയ മുഷാവറയുണ്ട്, മുഷാവറക്കുള്ള റിപ്ലൈ ഉണ്ട്, അള്ളാഹുവിന്റെ ഡിക്ലെയർ ഉണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മലക്കുകളെ വിളിച്ചുകൊണ്ട് മണ്ണെടുക്കാൻ പറഞ്ഞയച്ചതുണ്ട്. അവിടെ 3 മലക്കുകളെ ഭൂമി തിരിച്ചയച്ചതുണ്ട്. 4ാമത് അസ്രായിലിനെ പറഞ്ഞയച്ചതുണ്ട്. മഹാനവറുകൾ ബലമായിട്ട് തന്നെ മണ്ണ് വാങ്ങിയതുണ്ട്. പേടിക്കണ്ട, ഞാൻ അക്രമൊന്നും ചെയ്യൂല, എടുത്ത മണ്ണ് വായ്പയാണ്, അത് തിരിച്ച് നിലയൊക്കെ തന്നെ ഏൽപ്പിക്കുമെന്നുണ്ട്. ആ പറയുന്നതാണ് നമ്മളൊക്കെ കബറം പുറത്തു പോറ്റി മിൻഹാ ഖലഖനാക്കും പറഞ്ഞ് അന്ന് അസ്രായിൽ വാങ്ങിയ വായ്പ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു വായ്പ സാധനമാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. നമ്മൾ ആരും ഒന്നും സ്വന്തത്തിൽ പോലും ഉടമാവകാശമില്ല. നമ്മൾ പറയും ഇതെന്റെ തെങ്ങുന്തോട്ടാണ്, ഇതെന്റെ കഴുകുന്തോട്ടാണ്, ഇതിന്റെ ഭാര്യ ഒന്നുമില്ല. നമ്മൾ തന്നെയല്ല, നമ്മൾ തന്നെ വായ്പ വസ്തുവാണ്. അസ്രായിൽ വായ്പ വാങ്ങിയതാണ്. അതുകൊണ്ടാണ് ആ ഡ്യൂട്ടി അസ്രായിലിനെ തന്നെ ഏൽപ്പിച്ചു അലൈഹിസ്സലാം. അല്ലാഹു തആല മറ്റേ മലക്കുകൾക്കൊന്നും ആ ഡ്യൂട്ടി കൊടുക്കാതെ നിങ്ങളല്ലേ ഭൂമിനോട് ഏറ്റ നിങ്ങൾ നയിക്കൊള്ളിന്ന് പറയും. അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇരിക്കട്ടെ, ആ രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ എത്തുമ്പോ അവസാനം അല്ലാഹു ജല്ല ജലാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറച്ച് രൂപപ്പെടുത്തിയെടുത്ത മണ്ണിൽ നിന്നല്ലേ സംവിധാനിച്ചത്. ആ സംവിധാനിച്ച